അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദഫ്കളി സമഗ്ര പഠനം 5-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ദഫ്കളിയിലെ 4-ാം ചട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഗാനങ്ങൾ ഇസ്ലാമിക സംസ്കാരത്തോട് യോജിച്ച ഈണങ്ങളിൽ രചിക്കപ്പെട്ട മാപ്പിളത്വമുള്ളതായിരിക്കണം. ഇസ്ലാമിക സംസ്കാരത്തോട് യോജിച്ച ഈണങ്ങൾ രചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തനി മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളിൽ തന്നെ ആവണമെന്നില്ല. പാട്ടുകൾ പൂർണ്ണമായി മാപ്പിളപ്പാട്ടിന്റെ വൃത്തത്തിൽ, അതിന്റെ ഇശലുകളുടെ വൃത്തത്തിൽ വരാതെയും നമുക്ക് മാപ്പിളത്വം നിയലിക്കുന്ന രീതിയിൽ അതിന്റെ ആസ്വാദനത്തിൽ ഒരു ആസ്വാദനം ലഭിക്കുന്ന ഗാനങ്ങൾ നമുക്ക് ഇപ്പോൾ പുതിയ കാലത്തൊക്കെ നമുക്ക് ഒരുപാട് പാട്ടുകൾ നമ്മൾ അങ്ങനത്തെ ഗാനങ്ങളുണ്ട്. അതായത് ഫിലിം സോങ്ങും അല്ല, എന്നാൽ തനി മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളിലുമല്ല, എന്നാൽ മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളോട് സാമ്യത പുലർത്തുന്ന ആസ്വാദനം, അതിന്റെ റൂട്ടുകൾ അതിനോട് സാമ്യത പുലർത്തുന്ന രീതിയിലുള്ള ഗാനങ്ങൾ നമുക്കിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അതുപോലെയുള്ള ഇസ്ലാമിക സംസ്കാരത്തോട് യോജിച്ച ഈണങ്ങളിൽ രചിക്കപ്പെട്ട മാപ്പിളത്വമുള്ളതായിരിക്കണം. മാപ്പിളത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തോട് യോജിച്ച ആസ്വാദനം ലഭിക്കുക എന്ന് തന്നെയാണ് മാപ്പിളത്വം കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രധാന നിയമം. പിന്നെ ദഫ്കളി എന്നുള്ളത് വൈവിധ്യങ്ങളെയും അതിവൈവിധ്യങ്ങളെയും നുറുങ്ങ് വൈവിധ്യങ്ങളെയും ഒക്കെ സ്വീകരിക്കുന്നതായതുകൊണ്ട് കാലോചിതമായ വൈവിധ്യ സാധ്യതകളെ പുണരാൻ, അതുമായി കൊണ്ട് യോജിച്ചു പോകാൻ തയ്യാറുള്ള ഒരു വിശാലമായ കലയായതുകൊണ്ട് സ്വാഭാവികമായി ഈ ഈണങ്ങളുടെ വൈവിധ്യങ്ങളുടെ അന്വേഷണത്തിൽ ഒരുപക്ഷെ പല ഫിലിം ടച്ചുകൾ നമുക്കിതിൽ വരാൻ സാധ്യതയുണ്ട്. അത് പൂർണ്ണമായും ഒരു ഫിലിം ടച്ചിനെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് ഒരു ഫിലിം ടച്ചിൽ ഗാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നേ ഉള്ളൂ ഇന്നത്തെ ഈ ഓടുന്ന ഈ ചട്ടം അനുസരിച്ച്. എന്നാൽ കുറച്ചൊക്കെ പല രീതിയിലൊക്കെ ഈ ചില ഭാഗങ്ങളിലൊക്കെ ഈ ഫിലിം ടച്ചിലേക്ക് പോകുന്നത് കൊണ്ട് വിരോധമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇന്ന് പ്രൊഫഷണൽ വിധി നിർണയ പാനൽ അതിന്റെ നിലപാടുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു വിധികർത്താവ് കൂടി ആയതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. പൊതുവിൽ ഇങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കറക്റ്റ്, അതായത് പുതുമ വൈവിധ്യങ്ങൾ സംവദിക്കാൻ വൈവിധ്യങ്ങളുമായി കൊണ്ട് ചേർന്ന് പോകുന്ന ഒരു കലയായതുകൊണ്ട് ഇതിന്റെ ട്യൂണുകളുടെ അന്വേഷണത്തിലുള്ള വൈവിധ്യങ്ങൾ പലപ്പോഴും ഈ പരമ്പരാഗതമായി വരുന്ന തനി ഇശലുകളിൽ നിന്ന് മാറി പുതിയ തലത്തിന്റെ ട്യൂണിന്റെ തലങ്ങളിലേക്ക് കൂടി പോകുന്നത് കൊണ്ട് പലപ്പോഴും ചില സാമ്യതകളൊക്കെ കാണപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ഇന്ന് കണിശമായി അത് പാടില്ല എന്ന് പറയപ്പെടുന്നവർ ഇല്ല. അത് കുറച്ചൊക്കെ ഈ കാലത്തിനനുസരിച്ചുള്ള ട്യൂണുകളാവാം എന്നൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നിയമങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, നിയമമല്ല, ഇത് ചട്ടങ്ങളാണെന്ന് പറയാം. ചട്ടങ്ങൾ എന്തുണ്ട്, കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. അതും ഈ ഒരു ദഫ്കളിയുടെ വൈവിധ്യ സാധ്യത വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം പഴയകാല നിയമങ്ങളല്ല, പഴയ കാലത്ത് ദഫ്കളിക്ക് തലയുടെ മുകളിൽ ദഫ് പോകാൻ പാടില്ല എന്നായിരുന്നു നിയമം. അന്ന് ചട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നതില്ലല്ലോ. ഇന്ന് തലന്റെ മുകളിൽ ദഫ് പോകാം, ഒരു പ്രശ്നമില്ല. ഇന്നത്തെ ചട്ടം മാറി എന്നതുപോലെ ഈ ഈണങ്ങളുടെ കാര്യത്തിലും തനി പാട്ടിന്റെ ഈ ഇശലുകളിൽ തന്നെ ആവണം എന്നുള്ള കണിശതയിൽ നിന്ന് മാറി വെറും തനി ഈ ഫിലിം സോങ് ആവാൻ പാടില്ല, ആ റൂട്ടാവാൻ പാടില്ല എന്നതിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കുക. അപ്പൊ അതാണ് കാരണം, ഇതൊരു വൈവിധ്യ സാധ്യതകളുള്ള കലാരൂപമാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും കൂടുതൽ പ്രേക്ഷകരും ഇത്രയും കൂടുതൽ വളരെ എഡ്യൂക്കേറ്റഡായ നല്ല ഒരു പ്രവർത്തന യുവസമൂഹം ഇതിന് പിന്നിൽ അണിനിരക്കുന്നതും ലക്ഷങ്ങൾ മുടക്കി ടീമുകൾ ഇറക്കുന്നതുമൊക്കെ ഇതിന്റെ വൈവിധ്യ സാധ്യതകളുടെ വിശാലമായ തലത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കലയെ അങ്ങനെ കാലത്തിനനുസരിച്ച് വിലയിരുത്തണം എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.